എല്ലാവർക്കും നമസ്കാരം. ടോക്ക് വിത്ത് ക്യാംഗ്രൂവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് കാലം നമ്മൾ ഫോട്ടോഗ്രാഫർമാർ കാത്തിരുന്ന ഒരു ക്യാമറ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അത് സോണിയുടെ 7M5 എന്ന ക്യാമറയാണ്. ഒരുപാട് കാലമായിട്ട് കേരളത്തിലെ ഫോട്ടോഗ്രാഫർമാർ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ക്യാമറയാണ്. നമുക്കറിയാം 7M4 ശേഷം 7M5 വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് 7M5 ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ക്യാമറയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ ഇതിന് ഡിസൈൻ വന്നിരിക്കുന്നത് നമ്മുടെ 7M4 ഏകദേശം സിമിലർ ഡിസൈൻ തന്നെയാണ്. ബട്ടൺസിൻ്റെ പൊസിഷൻ ആണെങ്കിലും ക്യാമറയുടെ ഗ്രിപ്പ് കാര്യങ്ങളെല്ലാം തന്നെ പഴയ വേർഷനായ 7M4 സിമിലർ ആണ്. പിന്നെ നമുക്ക് ഇതിനകത്തൊരു വ്യത്യാസമായിട്ട് മെയിനായിട്ട് വരുന്നത് പുതിയതായിട്ട് കൊടുത്തിരിക്കുന്ന ഈ LCD സ്ക്രീനാണ്. നമ്മൾ 7R5 A9 III കണ്ടിരിക്കുന്ന ഒരു 4-axis LCD സ്ക്രീനാണ് സോണി നമുക്ക് തന്നിരിക്കുന്നത്. ഏകദേശം ഒരു 3.2 മില്യൺ ഡോട്ട്സ് ക്വാളിറ്റി തരുന്ന ഈ സ്ക്രീനിൻ്റെ ഒരു അപ്ഡേഷൻ എന്തായാലും നല്ല കാര്യം തന്നെയാണ്. അടുത്തായിട്ട് നമ്മുടെ 7M5 ഇതിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ വെർട്ടിക്കലി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് എല്ലാം തന്നെ റൊട്ടേറ്റ് ചെയ്ത് വെർട്ടിക്കലി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ സോണി 7M5 കണക്ടിവിറ്റി നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ നമുക്ക് USB പോർട്ട് 2 തന്നിട്ടുണ്ട്. അതിപ്പോൾ നേരത്തെ ഒരു USB ആണ് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ 2 USB-C പോർട്ട് വന്നിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചാർജ് ചെയ്യാനും ഒരെണ്ണം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ HDMI വരുന്നത് നോർമലി വരുന്നത് പോലെ തന്നെ വലിയ HDMI പോർട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ 7M5 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന സെൻസറാണ്. നമുക്ക് 33 MP 7M4 ഉള്ളതുപോലെ തന്നെ ഒരു 33 MP സെൻസർ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന സെൻസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാർഷ്യലി സ്റ്റാക്ക്ഡ് 33 MP BSI ഫുൾ ഫ്രെയിം സെൻസറാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ വന്നിരിക്കുന്ന നിക്കോണിൻ്റെ C6 III വന്നിരുന്ന പാർഷ്യലി സ്റ്റാക്ക്ഡ് സെൻസർ തന്നെയാണ് ഈ സോണിയിലും വന്നിരിക്കുന്നത്. 7M5 നമുക്ക് അത് 33 MP ആയിട്ട് കിട്ടുന്നുണ്ട്. പാർഷ്യലി സ്റ്റാക്ക്ഡ് CMOS സെൻസർ വരുന്നതോടുകൂടി നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് റീഡ് ഔട്ടുള്ള ഒരു ക്യാമറയായിട്ട് ഈ 7M5 മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ 7M4 നോക്കുകയാണെങ്കിൽ അതൊരു ഇലക്ട്രോണിക് ഷട്ടറിലെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നമുക്കൊരു ക്വാളിറ്റി ഉള്ളൊരു ഇലക്ട്രോണിക് ഷട്ടർ ആയിരുന്നില്ല 7M4 വരുന്നത്. പക്ഷേ ഈ പാർഷ്യലി സ്റ്റാക്ക്ഡ് സെൻസർ വരുന്നതോടുകൂടി നമുക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സബ്ജക്റ്റിനെയും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഷട്ടറിൽ തന്നെ ഒരു 30 ഫ്രെയിം/സെക്കൻഡ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം സോണി നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അത് ഈ 7M5 എനിക്ക് തോന്നുന്നു ഇനി അത് അങ്ങോട്ട് ഒരു ഇലക്ട്രോണിക് ഷട്ടറിൽ തന്നെ ഷൂട്ട് ചെയ്യേണ്ട ഒരു ക്യാമറയാണ്. ഫ്ലാഷ് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഒരു ഫുൾ ടൈം നമുക്ക് വേണമെങ്കിൽ ഈ 7M5 ഇലക്ട്രോണിക് ഷട്ടറിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഈ സെൻസറിൻ്റെ ഒരു അപ്ഡേഷനോട് കൂടി തന്നെ നമുക്ക് 14 ബിറ്റ് റോ ഫയൽസ് നമുക്ക് ഈ സോണി 7M5 ഷൂട്ട് ചെയ്യാം. അത് ഇലക്ട്രോണിക് ഷട്ടറിലായാലും മെക്കാനിക്കൽ ഷട്ടറിലായാലും നമുക്ക് 14 ബിറ്റ് റോ ഈ സോണി 7M5 ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇലക്ട്രോണിക് ഷട്ടറിൽ നമുക്ക് 30 ഫ്രെയിം/സെക്കൻഡ് വരെ സോണി 7M5 ഷൂട്ട് ചെയ്യാൻ പറ്റും. അതൊരു ഹ്യൂജ് അപ്ഡേഷനാണ്. എനിക്ക് തോന്നുന്നു ഈ ക്യാമറ കുറച്ചുകൂടി ഇപ്പോൾ വൈൽഡ് ലൈഫ് ഒക്കെ ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഫ്ലാഗ്ഷിപ്പ് ക്യാമറയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു മിഡ് റേഞ്ചിൽ നിന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് സ്പോർട്സ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് സോണി 7M5. അതുപോലെ 7M5 നമുക്ക് ഒരു 30 ഫ്രെയിം/സെക്കൻഡിലൊക്കെ സ്പീഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഔട്ട് ഫ്രീ ഷൂട്ടിംഗ് ആണ് നമുക്ക് തരുന്നത്. സോ നമുക്കൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവാതെ കണ്ടിന്യൂസ് വിഷ്വൽസ് കണ്ടുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഈ 7M5 നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ സോണി 7M5 നമുക്ക് പാർഷ്യലി സ്റ്റാക്ക്ഡ് സെൻസറാണെന്ന് പറഞ്ഞല്ലോ. അതിൽ നമ്മൾ ഇലക്ട്രോണിക് ഷട്ടറിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 16,000 വരെ ഷട്ടർ സ്പീഡ് കട്ട് ചെയ്ത് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ്സിൽ നമുക്ക് ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റും. നോർമലി നമ്മുടെ M4 നമുക്ക് ഇലക്ട്രോണിക് ഷട്ടറിൽ ഇടുമ്പോഴാണെങ്കിലും ഒരു 8,000 ആയിരുന്നു ഷട്ടർ സ്പീഡ് മാക്സിമം നമുക്ക് ഇടാൻ പറ്റുന്നത്. എന്നാൽ 7M5 വരുമ്പോൾ നമുക്കത് 16,000 വരെ ആയിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഈ പാർഷ്യലി സ്റ്റാക്ക്ഡ് സെൻസറിൻ്റെ ഒരു അപ്ഡേഷനോട് കൂടിയിട്ട് സോണി നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഡൈനാമിക് റേഞ്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 7M5 സോണി പറയുന്നത് നമുക്കൊരു 16 സ്റ്റോപ്പിൻ്റെ വരെ ഡൈനാമിക് റേഞ്ച് കിട്ടുന്ന ഒരു ക്യാമറയാണ് 7M5 എന്നാണ്. നമ്മുടെ 7M4 കമ്പയർ ചെയ്യുമ്പോൾ 7M4 നമുക്കൊരു 15 സ്റ്റോപ്പാണ് സോണി പറഞ്ഞിരുന്നത്. സോ അപ്പോൾ ഒരു സ്റ്റോപ്പ് കൂടി നമുക്കിതിൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് 16 സ്റ്റോപ്പ് വരെയുള്ള ഒരു ഡൈനാമിക് റേഞ്ച് ഈ ക്യാമറ നമുക്ക് തരുമെന്നാണ് പറയുന്നത്. ഏകദേശം ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡിൽ എടുത്തിരിക്കുന്ന പിക്ചറൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഡൈനാമിക് റേഞ്ച് റേഷ്യോ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോണി 7M5 അടുത്ത അപ്ഡേഷൻ എന്തെന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ പ്രീ ക്യാപ്ചർ മോഡാണ്. നമുക്കറിയാം A9 III സോണി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ 7M5 കൊണ്ടുവന്നിരിക്കുകയാണ്.
പ്രീ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു മൂവ്മെൻറ്റ് സംഭവിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു ടൈം തൊട്ട് ക്യാമറ അലേർട്ടായിട്ട് നിൽക്കും. നമ്മൾ ഈ ഷട്ടർ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ ക്യാമറ ആ ഒരു വിഷ്വൽസിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴാണോ ഷട്ടർ പ്രസ് ചെയ്യുന്നത് ആ ടൈമിന് തൊട്ട് മുമ്പുള്ള മൂവ്മെൻറ്റ് തൊട്ട് ക്യാമറയിൽ ഓൾറെഡി സ്റ്റോർഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു നല്ല മൂവ്മെൻറ്റൊക്കെ സംഭവിക്കാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് സംഭവിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് എക്സാക്റ്റ് ആ ഒരു മൂവ്മെൻറ്റ് തന്നെ കിട്ടുന്ന ഒരു ഓപ്ഷനാണ് പ്രീ ക്യാപ്ചർ എന്ന് പറയുന്നത്. അത് നോർമലി ഫ്ലാഗ്ഷിപ്പ് ക്യാമറയിലേക്കാണ് സോണി തന്നിരുന്നതെങ്കിലും ഇന്നിപ്പോൾ ഈ മിഡ് റേഞ്ചിലുള്ള 715 കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു അപ്ഡേഷൻ തന്നെയാണ്. അതുപോലെ 715 കാർഡ് സ്ലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ 714 വന്നിരിക്കുന്ന പോലെ സെയിം തന്നെയാണ്. ഒരു സ്ലോട്ടിൽ സേഫ് എക്സ്പ്രസിൻ്റെ ടൈപ്പ് എ കാർഡും ഒരു SD കാർഡും അതിൽ സ്യൂട്ട് ആവും. പിന്നെ രണ്ടാമത്തെ പോർട്ടിൽ SD കാർഡ് മാത്രമേ വരുള്ളൂ. അതുപോലെ 715 സോണി കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു ഹ്യൂജ് അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ പ്രൊസസ്സറാണ്. സോണി ക്യാമറകളിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊസസ്സർ സോണി 715 നമുക്ക് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബയോണിക്സ് XR2 എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ് സോണി ഈ ക്യാമറയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ ബയോണിക്സ് XR2 പ്രൊസസ്സറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ പഴയ ബയോണിക്സ് XR പ്രൊസസ്സറും AI ചിപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒരൊറ്റ പ്രൊസസ്സറായിട്ടാണ് ക്യാമറയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോണി പറയുന്നത് ഒരു 20-25% ബാറ്ററി എഫിഷ്യൻ്റ് ആവുമെന്നും കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ക്യാമറ തരുമെന്നാണ് പറയുന്നത്. പുതിയ AI പ്രൊസസ്സറൊക്കെ വരുന്നതോടുകൂടി തന്നെ നമ്മുടെ 715 സബ്ജക്ട് ഡിറ്റക്ഷനും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പുതിയ ക്യാമറകളിലുള്ള A1 2 ഉള്ള പോലെ ഒരു AI ബേസ്ഡ് ഫോക്കസിങ് സിസ്റ്റത്തിലായിട്ട് മാറിയിട്ടുണ്ട്. സോ നമുക്ക് 714 നോക്കിക്കഴിഞ്ഞാൽ ഇല്ലാത്ത ഈ ഹ്യൂമൻ സബ്ജക്ട് ഡിറ്റക്ഷനും കാര്യങ്ങളെല്ലാം ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ എല്ലാം ഫോക്കസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആണ്. ഇപ്പോൾ 7M3 7M4 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസിംഗ് റിസൾട്ടാണ് 7M5 നമുക്ക് തരുന്നത്. അതുപോലെ ഈ ക്യാമറയുടെ ഒരു വീഡിയോ സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ഹ്യൂജ് അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയിൽ നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതും 4K ഷൂട്ട് ചെയ്യുന്നത് 60p വരെ നമുക്ക് ക്രോപ്പ് ഇല്ലാതെ ഷൂട്ട് ചെയ്യാം. 7M4 ഏറ്റവും കൂടുതൽ മിസ് ഔട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ 4K ഷൂട്ട് ചെയ്യുന്നതിൽ ക്രോപ്പ് ആവുക എന്നുള്ള കാര്യമായിരുന്നു. എന്നാൽ ഈ 7M5 വന്നപ്പോൾ സോണി നമുക്ക് ഓഫർ ചെയ്യുന്നത് 4K 60p വരെ നമുക്ക് ക്രോപ്പ് ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതൊരു നല്ല അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ഇതുപോലെ ഒരു ഹൈബ്രിഡ് ക്യാമറയിൽ നമുക്ക് വീഡിയോഗ്രാഫിയും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ സോണി ഇതിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. 4K ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 7M4 നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന കാര്യം ക്യാമറ ഓവർ ഹീറ്റ് ആവുന്നുള്ള കാര്യമായിരുന്നു. എന്നാൽ ഈ 7M5 സോണി പറയുന്നത് കണ്ടിന്യൂസ് 90 മിനിറ്റ്സ് വരെ നമുക്ക് ചൂടാവാതെ ഓവർ ഹീറ്റ് കാണിക്കാതെ നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഈ സോണി ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ 4K റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ലോ മോഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്യാമറ 4K 120 ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ടി വരും. അതായത് 4K ക്രോപ്പ് ആയിട്ടാണ് 120 നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമുക്ക് കുറച്ചുകൂടി സ്ലോ മോഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 240 ഷൂട്ട് ചെയ്യാം. അതായത് 240 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമ്മൾ 1080 ഫുൾ HD ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ രണ്ടും നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു വീഡിയോ റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഈ 7M4 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ 4K 120 ക്രോപ്പിൽ തന്നെ കിട്ടുന്നത് ഒരു അപ്ഡേഷൻ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ FX സീരീസ് ലൈൻ ക്യാമറകളിലൊക്കെ കിട്ടുന്ന ഈ ഫ്ലെക്സിബിൾ ISO അല്ലെങ്കിൽ കസ്റ്റം ലെറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ S-Log അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഈ 7M5 സോണി നമുക്ക് തന്നിട്ടുണ്ട്. സോ അതെല്ലാം തന്നെ എനിക്ക് തോന്നുമ്പോൾ ഒരു വീഡിയോയും ഫോട്ടോയും എടുത്ത് നോക്കുമ്പോൾ ഒരു നല്ല പക്ക ഹൈബ്രിഡ് ക്യാമറ, രണ്ടിനും പർപ്പസിലും മാറി മാറി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ക്യാമറയായിട്ട് സോണി 7M5 സോണി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സോണി 7M5 നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോഗിലൊക്കെ ഷൂട്ട് ചെയ്ത് ഗ്രേഡ് ചെയ്യുന്ന ഫയലെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ ക്യാമറയിൽ നമുക്ക് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള മൈക്കുകളുടെ നോയ്സ് റിഡക്ഷൻ കുറയ്ക്കാമെന്നുള്ളതാണ്. അതായത് നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇൻബിൽറ്റ് ആയിട്ട് ഈ ക്യാമറയിൽ ആദ്യമായിട്ട് സോണി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നോയ്സ് റിഡക്ഷൻ വർക്ക് ചെയ്തെടുത്തിരിക്കുന്ന ഒരു വോയിസ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നോയ്സ് റിഡക്ഷൻ ഓഫ് ആക്കിയിട്ടുള്ള ഓഡിയോ ആണ് ഈ കേൾക്കുന്നത്. നമുക്ക് സൈഡിൽ ഒരു ഓട്ടോ പോകുന്നുണ്ട്, ബൈക്കിൻ്റെ സൗണ്ട് ഉണ്ട്, ലൈക്ക് വെഹിക്കിൾസ് ആർ പാസിംഗ്. ടെസ്റ്റിംഗ് ദി നോയ്സ് റിഡക്ഷൻ ഓൺ ആക്കിയിട്ടുള്ള ഒരു ഓഡിയോ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ ഇതേ സൈഡിൽ കൂടെ ഒരു ഓട്ടോ പോകുന്നുണ്ട്, ഒരു സ്കൂട്ടർ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ട് കിട്ടിയോ ഇല്ലയോ, എങ്ങനെയാ കിട്ടിയോ? അതുപോലെ 7M5 സ്റ്റെബിലൈസേഷൻ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് AI ഫീച്ചേഴ്സ് ഒക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. ഇപ്പം ഓട്ടോ ഫ്രെയിമിംഗ് ആണെങ്കിലും ഇപ്പോൾ സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിൽ ഡൈനാമിക് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ എടുത്തേക്കുന്ന വീഡിയോയിൽ സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്തിട്ടും അല്ലെങ്കിൽ അതിനുശേഷം ഡൈനാമിക് സ്റ്റെബിലൈസേഷനിൽ എടുത്തേക്കുന്ന വീഡിയോയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അത്യാവശ്യം ഏകദേശം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ റിസൾട്ട് ഈ ക്യാമറ നമുക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ഈ 7M5 ടോട്ടലി യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്. കാരണം 7M3 അല്ലെങ്കിൽ 7M4 ഉപയോഗിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് 7M5 എന്നുള്ളത്.
കാരണം പുതിയ പ്രൊസസ്സറാണ്. അതുപോലെ ഇതിൻ്റെ AI ഫീച്ചേഴ്സ്, കാര്യങ്ങൾ, സെൻസർ, പാർഷ്യലി സ്റ്റാക്ക്ഡ് സെൻസർ വരുന്നു. പിന്നെ നമുക്ക് ഇലക്ട്രോണിക് ഷട്ടറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുള്ള ഒരു ക്യാമറയാണ്. പിന്നെ 4K ഷൂട്ട് ചെയ്യുന്ന കാര്യം, ക്രോപ്പില്ലാതെ നമുക്ക് 4K ഷൂട്ട് ചെയ്യാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറോ സ്പോർട്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്യാമറയാണ് 715 എന്നുള്ളത്. ഇപ്പം M4 പോലുള്ള ക്യാമറയുടെ ഒരു 4 വർഷം കഴിഞ്ഞ് അതിൻ്റെ വാറണ്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയൊരു ക്യാമറയിലേക്ക് പോകുമ്പം ഫ്ലാഗ്ഷിപ്പിലേക്ക് അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് സോണിയുടെ 715 എന്നുള്ളത്.